വലില്ലദീന കഫറു ബിറബ്ബിഹിം അദാബു ജഹന്നം വബിഅ്സൽ മസീർ ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. വലില്ലദീന കഫറു ബിറബ്ബിഹിം, എന്താ വലില്ലദീന കഫറു ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവർ. വലില്ലദീന കഫറു ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവർ. കഫറ ബി എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചു. കഫറു ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവർ, അവർക്കുണ്ട് അദാബു ജഹന്നം, ജഹന്നമിൻ്റെ അദാബ്, ജഹന്നമിൻ്റെ അദാബ്. ജഹന്നം എന്നുള്ള പ്രയോഗം അറിയിക്കുന്നത് വിശാലതയാണ്. ജഹന്നം എന്നുള്ള പേരറിയിക്കുന്നത് സവാദിനെയാണ്. അപ്പോൾ സഅത്തും സവാദും, നരകത്തിൻ്റെ വിശാലത, അതേപോലെ നരകത്തിൻ്റെ ഇരുണ്ട അവസ്ഥ, അത് രണ്ടും അറിയിക്കാനാണ് ഈ പ്രയോഗം. കാരണം ഈ ജഹന്നം എന്നുള്ള പ്രയോഗം അത് വിശാലത, സഅത്ത്, അതേപോലെ സവാദ്, ഇരുണ്ടത് എന്നതിനെ അറിയിക്കുന്ന പ്രയോഗമാണ്. അപ്പോൾ ജഹന്നമിൻ്റെ അദാബുണ്ട് റബ്ബിനെ അവിശ്വസിച്ചവർക്ക് എന്നാണ്. വബിഅ്സൽ മസീർ, എന്താ വബിഅ്സൽ മസീർ? മസീർ എന്ന് പറഞ്ഞാൽ മടക്കം, അല്ലെങ്കിൽ മടക്കസ്ഥാനം. മീമിയായ മസ്ദർ, മടക്കം, അല്ലെങ്കിൽ ഇസ്മു മക്കാൻ, മടക്കസ്ഥാനം. ബിഅ്സൽ മസീർ എന്ന് പറഞ്ഞാൽ മോശമായ മടക്കസ്ഥാനം, മോശമായിരിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ മടക്കം മോശമായിരിക്കുന്നു. ബിഅ്സ നിഅമ എന്നുള്ളത് ക്രിയയാണ്. ജാമിദായ ക്രിയ എന്നതിന് അർത്ഥം ജാമിദായ ക്രിയ എന്ന് പറഞ്ഞാൽ അതിനെ ഫഅല ഫഅല ഫഅലു എന്നിങ്ങനെ സർഫാക്കൂലേ, അതേപോലെ ബിഅ്സ ക്രിയയാണെങ്കിൽ അതിനങ്ങനെ സർഫാക്കൂല. അതുകൊണ്ടാണ് ജാമിദായ ക്രിയ എന്ന് പറയുന്നത്. ബിഅ്സ എന്ന് പറഞ്ഞാൽ മോശമായിരിക്കുന്നു. അൽ മസീർ മടക്കം, അല്ലെങ്കിൽ മടക്കസ്ഥാനം. അപ്പോൾ ജഹന്നമാകുന്ന അദാബ്, അതിലേക്കുള്ള മടക്കം അല്ലെങ്കിൽ മടക്കസ്ഥാനം എത്ര മോശം എന്നുള്ളതാണ് അവിടെ അള്ളാഹു ഉണർത്തുന്നത്. അതാർക്കാണുള്ളത്? ലില്ലദീന കഫറു ബി റബ്ബിഹിം. എന്നിട്ട് അള്ളാഹ് പറയണു, ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ. ഇദാ ഉൽഖൂ ഫീഹാ, ഉൽഖൂ എന്ന് പറഞ്ഞാൽ അവർ ഇടപെട്ടു. അൽഖ എന്ന് പറഞ്ഞാൽ ഇട്ടു, ഉൽഖൂ അവർ ഇടപെട്ടു. ഇദാ ഉൽഖൂ ഫീഹ, അതിൽ അവർ എറിയപ്പെട്ടാൽ, ഇടപെട്ടാൽ. ഫീഹ എന്ന് പറഞ്ഞാൽ ഫി ജഹന്നം, നരകത്തിയിൽ ഈ അവിശ്വാസികൾ ഇടപെട്ടാൽ സമിഉ ലഹാ, അവർക്ക് അതിന് കേൾക്കാം. സമിഉ അവർ കേൾക്കും, ലഹ അതിന്. ഷഹീഖൻ, ഷഹീഖ് എന്ന് പറഞ്ഞാൽ ഈ ശ്വാസം വലിച്ചു കയറ്റണീനാണ് പറയുക. ശ്വാസം ഇദ്ഖാലുൽ ഹവ ഫിൽ ഇലൽ ജൗഫ്, നമ്മുടെ ഉള്ളിലേക്ക് നിശ്വാസം വലിക്കുന്നതിനാണ് ഷഹീഖ് എന്ന് പറയുക. അപ്പോൾ ഒരൊച്ച ഉണ്ടാവുമല്ലോ, അതാണ് ഷഹീഖ്. അപ്പം ഇദാ ഉൽഖൂ ഫീഹ, തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവർ എറിയപ്പെടുകയായാൽ അതിലേക്ക്, സമിഉ ലഹ അതിന് അവർ കേൾക്കും, ഷഹീഖൻ ഒരു ഷഹീഖ്. ഷഹീഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ശ്വാസം വലിക്കണ ഒച്ച. എന്നതിന് പറയാ നിശ്വാസം എന്ന് പറയാൻ വയ്യ, കാരണം നിശ്വാസം ശ്വസിച്ച് വിടലല്ലേ. എന്ത് ഉച്ഛ്വാസം, ശ്വാസം വലിക്കൽ, അത് കേൾക്കാം. ഷഹീഖ്. വഹിയ തഫൂർ, വാവുൽ ഹാൽ. ഹിയ തഫൂർ, തഫൂർ എന്ന് പറഞ്ഞാൽ തഹ്ലി. ഹിയ തഫൂർ എന്ന് പറഞ്ഞാൽ അത് തിളക്കുന്ന അവസ്ഥയിലായിരിക്കും. വഹിയ തഫൂർ, അത് തിളച്ച് മറിയുന്ന അവസ്ഥയിലായിരിക്കും. അവിശ്വസിച്ചവർ അതിലേക്ക് എറിയപ്പെടുകയായാൽ ആ എറിയപ്പെടുന്ന സമയം അവർ കേൾക്കും ഷഹീഖൻ, അതിൻ്റെ ഒരു ശ്വാസം വലി. വഹിയ തഫൂർ, അന്നേരം അത് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കും. തഫൂർ എന്ന് പറഞ്ഞാൽ തഹ്ലി എന്നർത്ഥം. തഹ്ലി.